ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവർ ട്രെയിൽസ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കരിമീനാണ് എടുത്തേക്കുന്നത്. 4 കരിമീൻ ക്ലീൻ ചെയ്ത് വച്ചേക്കുന്നതാണ്. ഇപ്പോൾ കരിമീൻ തന്നെ വേണമെന്നില്ല, നമുക്ക് നെയ്മീൻ വെച്ചിട്ടാണെങ്കിലും ആഗോലി വെച്ചിട്ടാണെങ്കിലും ഇതുണ്ടാക്കാം. ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഈ മസാലയൊക്കെ ഫിഷിലേക്ക് പുരട്ടി വെക്കാം. ഇതെല്ലാം കൂടി പുരട്ടി നമുക്കൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്ക് നല്ലോണം ഫ്രൈ ആവണ്ട, നമുക്ക് തേങ്ങാപ്പാലിലിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമുക്കിത് തിരിച്ചിടാം. ഫിഷ് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത ഈ ഓയിലിലേക്ക് നമുക്ക് 3 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, ഒരു 2 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൽ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വാട്ടിക്കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ടിന്നിൽ വരുന്ന കോക്കനട്ട് മിൽക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ഗ്ലാസ് പാൽ എന്നുള്ള അളവിലാണ് ഞാനിപ്പോൾ 2ാം പാലായിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീനെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
നമ്മുടെ ഫിഷ് എല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ അരച്ചിട്ട് അത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് നല്ലോണം ചുറ്റിച്ചെടുക്കാം. ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്ന് പൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിയെല്ലാം തിളച്ച് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. പാൽ ഒഴിച്ചിട്ട് നമുക്കിത് തിളക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് പിരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം.